good evening. Welcome to 3 in 1. Powered by Time Express Cargo And Green Olives Beauty Salon. and special gift hamper from Ujala. അപ്പോൾ ഇതാ ട്യൂസ്ഡേ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രോഗ്രാമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 3 in 1 ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. കുറെ നാളുകൾക്ക് ശേഷം. അതെ അതെ. അപ്പോൾ എനിക്ക് പുതിയൊരു കൂട്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്റെ പേര് പരിചയപ്പെടുത്തണം. ഇറ്റ്സ് മീ റിനു. It's me, Shahnaz. അതെ. അപ്പൊ ഞങ്ങൾ എന്തായാലും സത്യം പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതായത് ഷെഹനാസ് ഇപ്പൊ ഒരു 1 month കഴിഞ്ഞിട്ടില്ലേ, 1 month കഴിഞ്ഞ ശേഷം ഞങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിട്ട് പോലില്ലായിരുന്നു. എന്തായാലും ഇന്ന് ഞങ്ങളൊരു തകർപ്പൻ ഷോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണ്ടേ? എല്ലാരും വിളിക്കുക. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824991. യെസ്. അപ്പം വിളിച്ചാലും ഇന്നൊരു ചൊവ്വാഴ്ചയായിട്ട് ഞങ്ങൾ അടിച്ചു വിളിച്ച് ഭയങ്കര പീസ്ഫുൾ മൈൻഡിലേക്കാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എല്ലാവരും ഇന്ന് വിളിക്കുക. അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും. ഈ ഒരു ടൈം എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മളെ കാത്തിരിക്കും. അതെ. അപ്പൊ ഇന്ന് ആക്ച്വലി ഇന്ന് ഈവനിങ് ആണ് ഞാൻ ഷെഹനാസും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ വൈബ് പിടിച്ചൊക്കെ പോണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളും വിശേഷങ്ങളും, അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. വലിയൊരു വിശേഷം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. പക്ഷെ ആ വിശേഷം തീർന്നിട്ടില്ലല്ലോ. ഇല്ല, തീർന്നിട്ടില്ല. ഡിസംബർ വരെ. അതെ അതെ. സത്യമായിട്ട് യുഎയിൽ ഓണം എന്ന് പറഞ്ഞാല് മിനിഞ്ഞാന്ന് 3 days ബിഫോർ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു, ഒരു ആങ്കറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഞാനിങ്ങനെ നോൺ വെജ് സദ്യ ആയിരുന്നു അവിടെ. നോൺ വെജ് സദ്യ ഒരു അപ്പൊ ഞാൻ അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിയുമ്പോ നിങ്ങളുടെ ഓണമൊന്നും തീർന്നില്ലേ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തീരില്ലല്ലോ. തീരില്ല. ഞാൻ പറഞ്ഞു യുഎയിൽ ഓണം തുടങ്ങിയിട്ടേ ഉള്ളൂ മക്കളെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എത്ര സദ്യ കഴിച്ച് മടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മടുത്തിട്ടില്ല. പിന്നെ സദ്യ എത്ര കഴിച്ചാലും മടുക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ആരോഗ്യം ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു പോകും. എന്റെ ഒപ്പം പിടിക്കാൻ പറ്റുന്ന ഒരാളെയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിങ്ങനെ ഡൗൺ ആവുക ഡെസ്പ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും. അപ്പം പക്ഷേ ഒരു ചെറിയൊരു സംഭവം കിട്ടിയത് പെട്ടെന്ന് ഞാൻ ഡൗൺ ആവുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്ന് ഷെഹനാസായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയി. അപ്പം ഞങ്ങളുടെ വൈബ് എത്രമാത്രം ഉണ്ടാകും എന്ന് നമുക്ക് മുന്നോട്ട് കാണാം. അപ്പൊ നിങ്ങൾ വിളിക്കണം. ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ അടുത്ത് റെഡിയാണ് അല്ലേ? ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട്. വിളിക്കുക, ഗെയിം ചെയ്യുക, എല്ലാരും പ്രൈസ് കിട്ടും. ബാക്കി പറയും എന്നോട് പറഞ്ഞു. ഞാൻ ഭയങ്കര വൈബിളാണ്. പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും എല്ലാരും വിളിക്കാം. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് സലൂൺ ഇല്ലാതെ നമുക്കൊരു ലൈഫ് ഇല്ലാന്നായി മാറിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഗ്രീൻ ഒരു സലൂൺ ആണ് നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. ഇത് ഇങ്ങനെ നമ്മളെ പോലെ എപ്പോഴും സുന്ദരിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ കുറെ ഓഫറുകളും അല്ലാതെ എല്ലാവിധ സർവീസസും അവിടെ അവൈലബിൾ ആണ് അല്ലേ? അടുത്ത ഗിഫ്റ്റ് എന്താ? ഉജാല എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രോഡക്റ്റ്. സ്കൂളിലൊക്കെ യൂണിഫോം എനിക്ക് ഉജാലയുടെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ നമ്മുടെ പല ടൈപ്പ്. സത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്ന സമയത്താണ് എനിക്ക് ഉജാലയുടെ ഇത്രയും പ്രോഡക്ട്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അറിയായിരുന്നോ? ഇല്ല, ഞാൻ എനിക്കിതുവരെ അവിടുത്തെ ഹാമ്പർ എനിക്കറിയില്ല. നമ്മള് കണ്ടത്തെ വെള്ള ഷർട്ടാണല്ലോ യൂണിഫോം, ബ്ലൂ കളർ ഒരു ബോട്ടിൽ. പക്ഷെ എനിക്ക് അന്ന് ഇഷ്ടമല്ല. കാരണം എന്റെ മമ്മി അത് മുക്കി എടുത്ത് കഴിയുമ്പോൾ എല്ലാം നീലക്കുയിൽ പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മളെ വിളിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് പറയാൻ വേണ്ടിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പൊ ഞാന് ഇന്നിപ്പം ആദ്യമായിട്ടാണല്ലോ നമ്മളെ തമ്മിൽ കാണുന്നത്. പക്ഷെ ഞങ്ങള് ഭയങ്കര കൂട്ടുകാരായി കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കിട്ടിയൊരു വരവാന്ന് തോന്നുന്നു. കുറച്ച് ഗോസിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് സെറ്റായി. അപ്പൊ ഞങ്ങളെ വിളിക്കാണ്ട് നിങ്ങൾ മറക്കുന്ന ഒരു കോളർ ഉണ്ടോ? ഹലോ റെഡി ആയിട്ടിരിക്കുന്നത്. ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഷജില. ഷജില എന്നാണോ ഷജില എന്നാണോ? ഷജില. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ മജാൻ ബരാരി ഗ്ലോബൽ വില്ലേജിന് ഓപ്പോസിറ്റ്. ഓക്കെ. എന്ത് ചെയ്യുന്നു ഷജില? ഹൗസ് വൈഫാണ്. നാട്ടിലെവിടെയാ? അതെ, നാട്ടില് കണ്ണൂരാണല്ലേ? ഓക്കെ. അപ്പൊ കണ്ണൂരാകുമ്പോ സ്പെഷ്യൽ ഒരുപാട് ഫുഡൊക്കെ. ഞങ്ങൾ കണ്ണൂരുകാരോട് ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും നന്നായിട്ട് ഷജില ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ? ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നത് മീൻകറി ഉണ്ടാക്കും. മീൻകറി. നിങ്ങളുടെ അവിടെ കണ്ണൂർ സ്പെഷ്യൽ ഉണ്ട്? എവിടെ ഷെഹനാസ്? എവിടെ? ഞാൻ മലപ്പുറം. കണ്ണൂരിലെ സ്പെഷ്യൽ മീൻകറിയാണോ ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ മീൻകറിയാണെന്ന് ചോദിച്ചാല് ഞാന് നല്ല തേങ്ങ വെച്ച് നല്ല മീൻകറി ഉണ്ടാക്കിയല്ല. വീട് എവിടാന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ടൊന്ന് വരാൻ. എനിക്ക് നല്ല വിശപ്പ്. എനിക്കിഷ്ടമാണോ മീൻകറി? ഫിഷ് അല്ല, തേങ്ങ അരച്ച മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതില് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ടാല് ഒരു മണയുണ്ട്. അടിപൊളി. ഞങ്ങൾ അങ്ങോട്ട് വരാട്ടോ. അതെ, മിക്കവാറും വരും. പറഞ്ഞിട്ട് അടിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അവിടെ ആരൊക്കെയുണ്ട് ഇപ്പൊ വീട്ടില്? ഞാനും ഹസ്ബൻഡ് മാത്രം. ഓക്കെ. ഇവിടെ ഒരുപാട് വർഷമായോ?
ഇവിടെ ഇപ്പൊ ഒരു 8 വർഷം ആറായി. ആണല്ലേ, 8 വർഷം ആറായി. നാട്ടില് പോയായിരുന്നോ അതോ? നാട്ടിൽ ഇപ്പം പോയിട്ട് ഒരാഴ്ചയുള്ളൂ വന്നിട്ട്. അതിന്റെ ഹാങ് ഓവർ പായസം കുടിച്ചിട്ട് മത്തൊക്കെ മാറിയോ? എന്താണ് പായസം കുടിച്ചിട്ട് മത്ത് ഓണത്തിന്? ഇല്ല, ഞങ്ങള് ഉത്രാടായിരുന്നു ഇങ്ങോട്ട് വന്നു. ഉത്രാടായപ്പോ ഇങ്ങോട്ട് വന്നു. ഓണം ഇവിടെ ആഘോഷിച്ചു. കേട്ടില്ല. ഷേനാസ് എന്തോ ചോദിച്ചു, എന്താണ്? ഇവിടെയാണ് ഓണം രസം എന്നാ ഞാൻ പറഞ്ഞേ. ഇവിടെയാണ് ഓണം ചോദിച്ചാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു മുൻപൊക്കെ എന്റെ ഓർമ്മകളിലെ ചെറുതല്ലേ ഓണം ഭയങ്കര രസമായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോ ഞങ്ങള് 10 ദിവസവും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ പൂ പറിക്കാൻ പോകുന്ന ദിവസം. അതൊക്കെ നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. സത്യം പറയാ, ഞാൻ ഇതൊക്കെ ചോദിക്കാൻ നമ്മള് റെഡി ആയിട്ട് നിന്നത് പറിക്കാനൊക്കെ പോയിട്ടാണ് പണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇപ്പൊ എല്ലാരും പോകുന്നില്ല. അതെ എന്തോ ഭയങ്കര ഒരു തിരക്കിട്ട പോലെ ഓണം തീർന്ന പോലെ ആർട്ടിഫിഷ്യൽ ഒരു ഓണമായി മാറി. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ ഞങ്ങളിങ്ങനെ പറയാൻ വെച്ചിരുന്ന ഒരുപാട് ഓർമ്മകളിലേക്കാണ് ആദ്യമായിട്ട് ഇപ്പൊ കുട്ടികളുടെ പോകുന്നത്. അതായത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ കുറെ പൂവുണ്ടല്ലോ, തുമ്പപ്പൂ, കുറ്റിപ്പൂ, മഞ്ഞ കളറിന്റെ പേരുകൾ അറിയില്ല, അരിപ്പൂ, മുക്കുറ്റി, ചെറിയ എന്തെങ്കിലും പാത്രമൊക്കെ ആയിട്ടായിരിക്കും പോണത്. എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് ഓരോ പൂക്കളെല്ലാം പറിച്ച് ചെറിയ തുമ്പപ്പൂ പറിക്കാൻ നല്ല പാടല്ലേ, ഒരുപാട് പറിച്ചു കഴിയുമ്പോ അത് പീഞ്ഞി പോവും. എന്താ പറയണേ, മുക്കുറ്റി, അത് പെട്ടെന്ന്. അതെ, സത്യം വല്ലാത്തൊരു ഓർമ്മകളാണ് നമ്മുടെ നാട്ടിലെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ എന്താ ആരുമില്ല, എല്ലാരും റെഡിമെയ്ഡ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം റീൽസിൽ കണ്ടു, അതായത് റീത്ത് പോലെ ഇരിക്കുന്ന ഒരു റെഡിമെയ്ഡ് പൂക്കളം കണ്ടിരുന്നു. അതുകൊണ്ടോ? ഇപ്പൊ എല്ലാരും റീൽസ് ചെയ്യാൻ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഓണം ആഘോഷിക്കുന്നത്. ആരെയും കാണില്ല, ഫ്രണ്ട്സിനൊന്നും കാണില്ല. നമ്മളെ വീട്ടിലുള്ളവർ തന്നെ നമ്മളെ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യുന്നത് അല്ലെ, കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഷെജിലേക്ക് നല്ലതായിട്ട് നമ്മളെ പോലൊക്കെ അടിപൊളി ഓണമൊക്കെ ആഘോഷിച്ച ആളുകളാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് നമുക്കൊക്കെ ഏതൊരു ആഘോഷമല്ലേ, ഓണം എന്ന് പറഞ്ഞ പ്രത്യേകിച്ചല്ല എല്ലാം. എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് മുൻപ് വരെ നല്ല ഓണായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ എന്തായാലും നമ്മള് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നു. പിന്നെ ആ ഒരു ഓണം വേറെയായിരുന്നു. അതായത് വേറെ കുടുംബം അവര് ആഘോഷിക്കുന്ന രീതികൾ തന്നെ ആവുമ്പോഴുള്ള ഓണം വേറെ തന്നെയാണ്. ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ ഒരു വൈബ് പിന്നെ കിട്ടില്ലല്ലോ എത്രയായാലും. നമ്മളൊക്കെ ഒരു പൊളി വൈബിലൊക്കെ ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ, പക്ഷെ കല്യാണം കഴിഞ്ഞ് ആഘോഷിക്കുന്നവരുണ്ട് കേട്ടോ. അത് കല്യാണം കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഹസ്ബൻഡ് കൂടെ പിന്നെ മുംബൈ ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോ പിന്നെ ഓണം ഇല്ലല്ലോ, അവിടെ ഒക്കെ ആയിരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണ സദ്യയൊക്കെ എവിടെ ആയിരുന്നു? സദ്യ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അവരുടെ വീട്ടില് ഞങ്ങൾ രാവിലെ പോയി. അപ്പൊ ഞങ്ങൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഓണം സെലിബ്രേഷൻ തന്നെ ചെയ്തു. ഞങ്ങള് കസേരക്കളി ചെയ്തു, പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തുക, അങ്ങനെ അതൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഞാനും കഴിഞ്ഞ ദിവസം ഒരു ഇവന്റിന് പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ ഈ കളികളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പണ്ടത്തെ കാലത്തൊക്കെ ഓരോ അസോസിയേഷൻ ഇതുപോലെ കുറെ പേര് ചേർന്നിട്ട് ഓണപരിപാടിയൊക്കെ നടത്തുമല്ലോ. അതെ, അതിന്റെയൊക്കെ ഒരു ഓർമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് ഈ വർഷം അങ്ങനത്തെ കുറച്ച് കളികളൊക്കെ കണ്ടല്ലേ, ഇതുപോലെയുള്ള നാടൻ കളികളൊക്കെ. നാടനിലേക്ക് ഇപ്പൊ എല്ലാരും വീണ്ടും വന്ന്. അതെ, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു പഴയൊരു പാരമ്പര്യമാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. മോഡേൺ ജീവിക്കാൻ എളുപ്പമായിരിക്കാം മേ ബി, പക്ഷെ നമ്മളെല്ലാരും ആ പഴയ ഒരു നൊസ്റ്റു ഫീലാണ്. അത് വീണ്ടും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ സത്യം. ഇന്ന് എനിക്ക് കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വാട്സപ്പിൽ കിട്ടി. അപ്പൊ പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കര നൊസ്റ്റു ഫീല്. അപ്പൊ എന്തായാലും എത്ര കൂട്ടം പായസമൊക്കെ കൂട്ടിയിട്ടാണ് സദ്യ കഴിച്ചത്? പായസം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ പപ്പടൊക്കെ ഇങ്ങനെ പൊടിച്ച് പഴയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണോ കഴിച്ചത്? പപ്പടവും പായസവും അച്ചാറും. അച്ചാറോ? അതെന്തൊരു കോമ്പിനേഷന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ പ്രഥമന്റെ കൂടെ പപ്പടവും പഴവും കുഴച്ചിട്ട് അതിന്റെ കൂടെ അച്ചാർ ഇങ്ങനെ സൈഡായിട്ട് ടച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ പലതിനും അച്ചാർ വേറെ പല ടച്ചിങ്സ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് പായസത്തിന് ടച്ചിങ് ലൈവിൽ ആ ഒരു മധുരത്തിന്റെ ഇടയില് ഈ ഒരു ഉപ്പും പുളി എതിരും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പറയുമ്പോ എന്റെ വായിലും വെള്ളം വന്നു. എനിക്ക് സത്യമായിട്ട് മിക്കവാറും ഞങ്ങള് പായസം ഓർഡർ, പക്ഷെ കിട്ടൂല്ലോ, വേറെ വല്ലൊക്കെ ഓർഡർ ചെയ്ത് കിട്ടിയേനെ. അപ്പൊ എന്ത് അച്ചാറാണ് ആക്ച്വലി? എല്ലാ തരം അച്ചാറും പറ്റുമോ? ഞങ്ങൾ അന്ന് കഴിച്ചത് നാരങ്ങ കറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു യെല്ലോ കളർ അല്ലേ നാരങ്ങ കറി വരുന്നത്? അല്ലല്ല, റെഡ് തന്നെ. റെഡും അല്ല, ഒരു തരം ബ്രൗണിഷ് കളറാണ്.
നാരങ്ങ കറി. നാരങ്ങ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടാക്കണം, മധുരവും എരിവും പുളിയും. ഓക്കെ ഓക്കെ, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? എന്തായാലും ഏതെങ്കിലും ഒരു സദ്യ എവിടെന്നെങ്കിലും സദ്യ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. സത്യമായിട്ടും പുതിയൊരു ഐറ്റം പഠിപ്പിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ കൊറേ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വേറെ ഒരാളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങള് കൊറേ പേരുണ്ട്, ഞങ്ങളിങ്ങനെ മാറി മാറി നിങ്ങളിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നത് ഇടക്കിടക്ക് വിളിക്കൂ. അപ്പൊ ഞാൻ റീനു കേട്ടോ, റെഡ് ഇട്ടേക്കണത് മറക്കല്ലേ. ഞാൻ ഷഹനാസ് മുങ്ങിപ്പോയി, ഒന്നി പറഞ്ഞു. എന്റെ പേര് ഷഹനാസ് ആണ്. അതെ, മറക്ക. ഒരു പാട്ട് പാടുവോ? പാടുമെന്ന് ചോദിച്ചാല് അത്യാവശ്യം. എന്നാ പാടിച്ചു. അങ്ങനെയുള്ള അത്യാവശ്യം പാടുന്നവരും മതി നമുക്ക്. പെട്ടെന്ന് പാടാൻ ചോദിച്ചാൽ അതെല്ലാരും ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും. അത് കുഴപ്പമൊന്നുമില്ല, പാടുന്ന ഒരു പാട്ട്. അതെ, എന്നാലും പെട്ടെന്ന് പാടാന്ന് പറഞ്ഞല്ലോ. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേരൂ, പ്രിയകരമൊരു നവഗീതം വിരിയണമതില്ലയ ഭാവം, പ്രിയകരമൊരു നവഗീതം വിരിയണമതില്ലയ ഭാവം, നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേരൂ. ഇടയ്ക്ക് ഇങ്ങനത്തെ കള്ളത്തരൊന്നും വേണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊക്കെ പാടുകളെന്ന്. എന്തൊരു അടിപൊളി വോയിസ്, എന്തൊരു അടിപൊളി ശബ്ദമാണ്. നല്ല നല്ല സോങ് ആണ് സത്യം. ആ ഒരു എടുത്ത് നാദങ്ങളോ എനിക്കൊന്നും പറ്റില്ല, ഞാൻ വലിയ പാട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന. ഇടയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് പാട്ടൊക്കെ പാടി നല്ല പാട്ടായിരുന്നു, അടിപൊളിയായിട്ട് പാടി. വീണ്ടും പാടണം, വിളിക്കണം. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഗെയിമിലേക്ക് പോയാലോ? ഗെയിം ഉണ്ടല്ലേ? സമ്മാനങ്ങളൊക്കെ കിട്ടും. അപ്പൊ എന്റെ അടുത്ത് ഒരാള് നിപ്പുണ്ട്, ആ ആളെ കറക്കാം. അപ്പൊ അതിലൊരു ഓപ്ഷൻ വരും, ജസ്റ്റ് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ സ്റ്റോപ്പും പറയാം. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പറഞ്ഞു കൊടുക്കൂ. അത് ഞാൻ പറയുമല്ലോ, ഞാനതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന. എന്റെ അടുത്ത് ഒരാളുണ്ടല്ലോ, അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ്, 20 സെക്കൻഡ് വീതമാണ് ഓരോ ക്വസ്റ്റ്യൻസിന് വരുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ കറക്കും, അതിലൊരു ഓപ്ഷൻ വരും, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ശരിയാക്കി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകും. അതിന്റെ വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും, അതിന് 3 ക്വസ്റ്റ്യൻ ശരിയാക്കി നമ്മുടെ ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട് പറഞ്ഞാല് ഇതിവിടെ കറങ്ങും, നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞാലും സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് പറഞ്ഞോളൂ കേട്ടോ. സ്റ്റോപ്പ്. ഓക്കെ, ഏതാ സ്റ്റോപ്പ്? അപ്പൊ നമ്മളെ മ്യൂസിക് ആണേ. ടിവിയില് ശ്രദ്ധിക്കണേ. ഓക്കെ, ഒറ്റ പ്രാവശ്യം കേൾപ്പിക്കുള്ളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസർ, ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, വോയിസ് വെക്കണോ? സൗണ്ട് വെച്ചോ, സൗണ്ട് കുറച്ച് വെച്ചോളൂ, അല്ല കൂട്ടി വെച്ചോളൂ. ഓക്കെ, ഇത് ഏത് സിനിമയിലെ BGM ആണ്? ദ പ്രീസ്റ്റ്, അബ്രഹാമിന്റെ സന്തതികൾ, ക്രിസ്റ്റഫർ. ഈ 3 സിനിമയും ഞാൻ കണ്ടിട്ടില്ല. വെരി ഗുഡ്, കറക്കി കിട്ടിക്കോളൂ. എനിക്ക് തോന്നുന്നു അബ്രഹാമിന്റെ സന്തതികളാണോ? ഓക്കെ, നമുക്ക് പോകാം, നോക്കാം, ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. അബ്രഹാമിന്റെ സന്തതികൾ. തീർച്ചയായും നിങ്ങൾ വിന്നായിരിക്കുന്നു. വിന്നല്ല, മീൻസ് ഇതിൽ വിജയിച്ചിരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കി. ഇനി അടുത്തത് പറഞ്ഞോളൂ, സ്റ്റാർട്ട് വന്നു. അപ്പൊ അടുത്ത സ്റ്റാർട്ട് പറഞ്ഞോളൂ. കറങ്ങിക്കോളൂ. സൗണ്ട് കുറച്ച് വെച്ചോ, അടുത്ത മ്യൂസിക് ഒക്കെ വന്നാൽ വെച്ചാൽ മതി. സ്റ്റോപ്പ് പറഞ്ഞോളൂ കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു. ഏതാ? GK കേട്ടോ. ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ഒരാളാണ് ഞങ്ങൾക്ക് ഇവിടെ. ഞങ്ങളുടെ അകക്കന്നെ എന്താ പറഞ്ഞ ഉള്ളിലോ, മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അതിലെ ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ നോക്കാം, ക്വസ്റ്റ്യൻ വരട്ടെ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ, വായിക്കാൻ പോലും. ക്ലോറോ അസറ്റോഫിറോൺ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലീച്ചിങ് പൗഡർ, കണ്ണീർ വാതകം, ആസ്പിരിൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഇത് ബ്ലീച്ചിങ് പൗഡർ അല്ലേ? ബ്ലീച്ചിങ് പൗഡർ ആണ്. ഞങ്ങൾ പറഞ്ഞു തരൂല്ല, ഞങ്ങളെ കാണുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാന്നാണ് വിചാരിച്ചേക്കണത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും നോക്കാം. കണ്ണീർ വാതകമായിരുന്നു. ചിലപ്പോ അങ്ങനെ തെറ്റുകളൊക്കെ. ക്ലോറോ എന്ന് പറയുമ്പോ നമ്മള് ബ്ലീച്ചിങ് ആണല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നമ്മള് വീണ്ടും വിളിക്കണം കേട്ടോ. ഇടയ്ക്ക് പാട്ടൊക്കെ പാടിത്തരാം ഞങ്ങളെ. താങ്ക് യു സോ മച്ച്.
അടുത്ത കോളേജ് പോവാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ് പറയൂ? എൻ്റെ പേര് അനീഷ് എന്നാണ്. അനീഷ. അനീഷ വിളിച്ചിട്ടില്ലേ മുൻപ്? ഞാനിപ്പോൾ വിളിക്കുന്നത് ഫസ്റ്റ് ആയിട്ടാണോ ആദ്യമായിട്ടാണോ? അത് മുന്നേ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നതിന്റെ ആദ്യമായിട്ടാണ്. ഓക്കെ, കുറെ മുന്നേ ആണോ? ഓക്കെ. വേറൊരു അനീഷ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അനീഷ് എന്നുള്ള ഒരു കോളേജ് നമുക്ക് ഉണ്ടായിരുന്നത് എനിക്ക് 1-2 പേരുണ്ട്. വോയിസ് കേട്ടപ്പോ ഒരു ഡൗട്ട് അതാ ചോദിച്ചത്. എവിടുന്നാ വിളിക്കുന്നത് അനീഷേ? ഞാനിപ്പോ ദുബായ് അൽവർക്ക. അൽവർക്ക. എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. നാട്ടിലെവിടെയാണ് അനീഷ്? ഞാൻ നാട്ടില് പാലക്കാട് ഒറ്റപ്പാലം. ഓ, പാലക്കാട് നല്ല ഗ്രാമം, ഒറ്റപ്പാലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അല്ലെ? എന്തിന്റെ സ്ഥലം? ഭയങ്കര ഒരുപാട് ഭയങ്കര ഓർമ്മകളും നൊസ്റ്റാൾജി. ഇപ്പൊ ഞങ്ങൾ നൊസ്റ്റാൾജിയുടെ കാര്യം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? സിനിമയുടെ AVM സ്റ്റുഡിയോ ആണ്. യെസ്, അതെ. ഒരുപാട് അറിയാൻ വരുമായിരുന്നു. എടുത്തിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അങ്ങനെ പ്രകൃതി രമണീയമായ നാട്ടിൽ നിന്ന് വന്ന അനീഷിന് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ആദ്യം വിളിച്ച കോളറോട് പറയാ, നാട്ടിൻപുറമൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൻപുറത്തെ കാഴ്ചകളായിക്കോട്ടെ, എനിക്ക് തോന്നുന്നത് സ്റ്റിൽ നിങ്ങളുടെ പാലക്കാട് ആ കാഴ്ചകളിൽ പോലെ തന്നെ ഇതുവരെ അന്യം നിന്ന് പോകാത്ത ഒരു സ്ഥലത്ത് ആർക്കെങ്കിലും ചില ലൊക്കേഷനൊക്കെ, ചില മൂവിയിലെ ലൊക്കേഷനൊക്കെ കാണിക്കുമ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ആ, നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ, അതുപോലെ തന്നെ തിരുവില്ലാമല, അങ്ങനെ ആ ഭാഗത്തൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ചായക്കടകളിലായി കഴിഞ്ഞാലും ആ റോഡായി കഴിഞ്ഞാലൊക്കെ അതേമാതിരി തന്നെ ഇപ്പോഴും ഉണ്ട്. അങ്ങോട്ടുള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ? പിന്നെ ആണല്ലേ? ശരിക്കും ഞാൻ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഈ പാലക്കാടാണോ? ഞാൻ പാലക്കാട്ടിലെ ഹസ്ബൻഡ് വീട് പാലക്കാട്. ഓക്കെ ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര സ്നേഹമാണോ? അപ്പൊ ഞാനത് ഹസ്ബൻഡ് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു. നോർമലി ഇങ്ങനെ എല്ലാരും പറയട്ടെ, എന്റെ പാലക്കാട് സുഹൃത്തുക്കൾക്ക് പറയും, ഞങ്ങളെ പോലെ നല്ല മനസ്സുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പറ്റില്ല. മുകേഷ് ഇതേപോലെ ഒരു പിന്നെ ഏതോ റീൽസിലല്ല ഏതൊരു വീഡിയോയിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നിട്ട് അക്കൗണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോ അവിടെ ആളുകള് പിന്നെ പാലക്കാട് ഉള്ള ആളുകളെ വെച്ചിട്ട് അത് എടുക്കുക. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പറഞ്ഞിട്ടും. ഇപ്പൊ നമ്മള് വീഡിയോസിലൊന്നും അല്ല, നോർമലി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാലക്കാടുള്ളവരുടെ ആ ഒരു പ്രകൃതി രമണീയത, അവരുടെ ആ ഒരു ഭംഗി അവരുടെ മനസ്സിലുണ്ടെന്ന്. എന്തായാലും അങ്ങനെ തന്നെ നിന്ന് പോട്ടെ. നിങ്ങളെങ്കിലും അന്യം നിൽക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ പ്രകൃതിയൊക്കെ. അതാണ് അല്ലേ, അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിച്ചു പൊളിച്ചപ്പോൾ ഞായറാഴ്ച അജ്മാനിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു, അവിയർ വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഒരു സദ്യ ഉണ്ടായിരുന്നു, അതിന് പോയി. അങ്ങനെ എത്ര സദ്യ കഴിച്ചു? ഇപ്പൊ എത്ര ഓണം? ഇനിയിപ്പോ അടുത്ത ഓണം വരുന്നവരെ നമുക്ക് ഓണല്ലേ. ഇതുവരെ എത്ര സദ്യ കഴിച്ചെന്ന് ഷഹനാസിന് അറിയാനുള്ള തിടുക്കം. 4 സദ്യ കഴിച്ചു. എത്രണ്ണം കഴിച്ചു? ഞാൻ 2 കഴിച്ചുള്ളൂ. ഞാൻ 5 എണ്ണം കഴിച്ചു. 5 എണ്ണം മുന്നിലാണ്. കുറച്ചുകൂടെ ഒരു സദ്യ ഒരു ഓണം ഞാൻ കൂടുതലുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചല്ലോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫാമിലി ഉണ്ടോ ഇവിടെ? നാട്ടിലാണ്. ഒറ്റയ്ക്കാണ്? ബാച്ചിലറാണ്? ഓക്കെ. എന്തായാലും ബാച്ചിലർ ലൈഫ് ഒക്കെ ആഘോഷിക്കൂ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. ഗെയിം എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? അറിയോ? കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞുതരാം അല്ലേ? പറയട്ടെ. നമ്മൾ ഈ ലെഫ്റ്റിൽ ഒരാളിരിപ്പുണ്ട്. ആള് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആൾ കറങ്ങും. അപ്പൊ ഒരു ഓപ്ഷനിൽ പോയി നിൽക്കും. ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ്, ഓരോരോ ഓപ്ഷൻ. കേട്ടോ? ഓക്കെ അല്ലേ? ഗെയിമിലേക്ക് പോയാലോ? അപ്പൊ പോവാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. കറങ്ങട്ടെ. സ്റ്റോപ്പ് പെട്ടെന്ന് പറയണം കേട്ടോ, കൂടെ തന്നെ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. കറങ്ങുന്നുണ്ട്. ഇനി സ്റ്റോപ്പ് പറഞ്ഞാൽ വീലവിടെ നിൽക്കും. ഓക്കെ. മൂവീസ്. ഓക്കെ. മൂവീസിൽ വന്നിട്ടുണ്ട്. മൂവീസിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഏതാണ് ലാസ്റ്റ് കണ്ട മൂവി? എങ്ങനെയുണ്ട്? കിഷ്കിന്ദ കണ്ടം കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. റിവ്യൂസിന്റെ മാതിരി അത്ര അങ്ങോട്ട് ഇല്ല, എന്നാലും കണ്ടിരിക്കാം. ഇപ്പൊ എല്ലാരും റിവ്യൂസ് കണ്ടിട്ടാണ് ആക്ച്വലി സിനിമകളിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദിക്കട്ടെ? ഓക്കെ. ധ്വനി എന്ന ചിത്രത്തിലെ അനുരാഗ ലോലഗാത്രി എന്ന ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് പാടിയ ഗായകൻ ആരാണ്? കിഷോർ കുമാർ, മുഹമ്മദ് റഫി, മുകേഷ്. ധ്വനി എന്ന ചിത്രത്തിലെ അനുരാഗ ലോലഗാത്രി. പാട്ട് മനസ്സിലായില്ലേ? ധ്വനി എന്ന ചിത്രത്തിലെ അനുരാഗ ലോലഗാത്രി എന്ന ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് പാടിയ ഗായകൻ, അതായത് കിഷോർ കുമാർ, മുഹമ്മദ് റഫി, മുകേഷ്. പെട്ടെന്ന് പറയും, ടൈം ഔട്ട് ആയി.
കിഷോർ കുമാർ നോക്കാം നമുക്ക്. നമുക്ക് ടൈം ഉണ്ട്. മുഹമ്മദ് റഫി ആയിരുന്നു കേട്ടോ. മുഹമ്മദ് റഫി ആയിരുന്നു. കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കാം. അറിയാലോ വിളിക്കുന്നവരായതുകൊണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് കോൾ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ആരാണ്? എന്റെ പേര് ക്രിസ് എന്നാണ്. ക്രിസ്. നേരത്തെ വിളിച്ചിട്ടില്ലേ നമ്മളെ പണ്ട്? ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ടല്ലേ? ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ സംസാരിച്ചു, ഞാനും പെന്നീനെയൊക്കെ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ, തോന്നുന്നു. എന്നിട്ട് എന്തൊക്കെയാ വിശേഷം ക്രിസ്? പുതിയ വിശേഷം? അതായത് കല്യാണാലോചനകളൊക്കെ നടക്കുന്ന ക്രിസ് അല്ലേ? ആണോ? അല്ലേ? കല്യാണാലോചന കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. അത് തന്നെയാ, നടന്നിട്ടില്ലല്ലോ ഇതുവരെ. സഹായിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങളത് എപ്പോഴും പറയും. പെന്നീനെ ഓർമ്മയില്ലേ? അത് വേറൊന്നുമില്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും അമ്മച്ചിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പറയില്ല, എനിക്ക് ഇച്ചിരി അത്യാവശ്യം മെമ്മറി പവർ ഒക്കെ ഉണ്ട്. സത്യം ഞാൻ പറയാം, ക്രിസിന്റെ മുന്നേ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അല്ല, നമ്മള് കുറെ നാളുകൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷങ്ങൾക്ക് മുന്നേ, 1 വർഷമൊക്കെ മുന്നേ സംസാരിച്ചാണോ? പക്ഷെ നിനക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. എന്തായാലും അത്ര ആയിട്ടുണ്ട്. 1 വർഷം എന്തായാലും ആയിട്ടുണ്ട്. കാരണം ഞാൻ പെന്നീനൊക്കെ ഒപ്പം ഷോ ചെയ്തിട്ട് ഒരുപാടായി. എനിക്കത് നല്ല ഓർമ്മയാണ്. എന്താണ് ക്രിസിന്റെ പെണ്ണിന് എങ്ങനത്തെ സ്റ്റൈലാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയൂ. അല്ല, അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അമ്മയോടാണല്ലേ? അമ്മച്ചിയോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. വിഷമാവൂല്ലേ ക്രിസേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു പെണ്ണുങ്ങൾ വല്ല ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഞാൻ അല്ല, ഇപ്പൊ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്റ്റിനെ എന്തായാലും കോണ്ടാക്ട് ചെയ്യട്ടെ. അല്ല, ഈ കണ്ട ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഒക്കെ നടക്കണേ, എത്ര പേര് എത്ര പ്രപ്പോസൽ ആയിട്ടൊക്കെ വരുന്നു. എന്നിട്ട് ക്രിസ്റ്റിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ബേസിക് അത് ഇത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താ വെച്ചാല്, എന്റെ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാൻ കൂടുതലും ട്രാവലിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ. ഞാൻ മീൻസ് ഞാൻ പൈലറ്റ് ആണ്. അപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രൊഫഷണലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ ഇതായിട്ട് മിസ്സായി പോകുന്നത്. മനസ്സിലായി. കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ അന്നും പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഉള്ള ഒരാളെ നമുക്ക് വിധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ടൈം ആകുമ്പോ കിട്ടുള്ളൂ. നമ്മളെ എത്ര ഇതായിട്ടും കാര്യമില്ല. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കല്യാണം ആകുമ്പോ ഞങ്ങളെ വിളിക്കണം അല്ലേ? ഞങ്ങളുടെ അടുത്തൊക്കെ പറയണം കേട്ടോ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ? അടിച്ച് കളിച്ച്. ഞങ്ങളുടെ ഓണം തീർന്നിട്ടില്ലല്ലോ. ഇവിടെ യുഎയിലെ ഓണം നമ്മളെ തീർക്കൂല്ലല്ലോ. മനസ്സിലായി. എങ്ങനെ ഉണ്ടായിരുന്നു ഓണൊക്കെ? ഞാൻ ഓണത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ ഫിൻലൻഡായിരുന്നു. ഫ്ലൈങ് അല്ലേ? അപ്പൊ ഇതൊരു ഓണം കൂടിയിട്ടേ ഇല്ല? സദ്യ ഒന്നും കഴിച്ചില്ലേ? ഞാന് സദ്യ കഴിച്ചു. ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു 2-3 ദിവസം മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ പോയി കാണും അല്ലേ? അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള തിരുവോണം അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രൊഫഷണൽ വൈസ് നമുക്ക് എല്ലാം ആഘോഷങ്ങളൊക്കെ ചിലപ്പോ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അതെ. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ 2-3 ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു എന്റെ ഫസ്റ്റ് ഈ കൊല്ലത്തെ ആദ്യത്തെ ഓണസദ്യ അവിടെ ആയിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നോ? കറികള് ഉണ്ടായിരുന്നു, പക്ഷെ പായസം കുറവായിരുന്നു. അത് ഞാൻ അവനോട് പറയുകയും ചെയ്തു. 2 പായസം ഉണ്ടായിരുന്നു. 2 പായസം പോരെ? അല്ല, ഞാൻ ശരിക്കും സദ്യ അറ്റൻഡ് ചെയ്യുന്ന എന്താ പറയാ, എനിക്ക് പായസത്തിനാണ് ഞാൻ പായസം മാത്രല്ല അവിയലിനും പിന്നെ അല്ല ഓലൻ, അവിയൽ ആൻഡ് പായസം. അതിനാണ് ഞാൻ സത്യത്തിലൊരു സദ്യ അറ്റൻഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല. ഏതെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും ഒരു സദ്യ ഇനിയും വരട്ടെ. കാരണം നമ്മുടെ യുഎയിൽ സദ്യകൾ തീർന്നിട്ടില്ലല്ലോ. ഇൻവൈറ്റ് ചെയ്താലും പോണം വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതെ, എനിക്കും സദ്യ കഴിച്ചാൽ മതിയാണ്. ഞാൻ 5 സദ്യ കഴിച്ചു, പക്ഷെ എന്നാലും മതിയായിട്ടില്ല. പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പിന്നെ ഓരോ അങ്ങനെ. അല്ല, ഞാൻ പറയട്ടെ, ഒരു നോർമൽ ഒരു ആവറേജ് സദ്യ കഴിച്ചാൽ 2 ദിവസം ഉറങ്ങണമെന്നാ പറയണം. ഞാൻ കുറച്ച് എടുക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഞാൻ കുറച്ച് ചോറിന് ഇപ്പം കുറച്ചു, പായസം അങ്ങനെ എനിക്ക് ഒരുപാട് അഡിക്ഷൻ ഒന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കഴിപ്പുണ്ടല്ലോ നമ്മുടെ എല്ലാ സദ്യകളും. ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് കഴിക്കണം, കുറച്ചേ കഴിക്കുള്ളൂ.
അല്ല വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ നല്ലതാ. പക്ഷെ ഈ എപ്പോഴും കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് സദ്യ എന്ന് പറയുന്നത് കുറച്ച് ബോറിംഗ് ആണ്. അത് സത്യമാണ്. പക്ഷെ നമ്മള് വിളിച്ച് നമ്മള് പോയി നമ്മൾ കഴിക്കാതെ എല്ലാരും കഴിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന മോശമല്ലേ? അതെ, കറക്റ്റ്. ഞാൻ കുറച്ച് ഈ ലാസ്റ്റത്തെ 5ാമത്തെ സദ്യക്ക് ഞാൻ കുറച്ച് ഇതൊക്കെ ഇട്ടതാ, പക്ഷെ സംഭവിച്ചില്ല. അവരെല്ലാരും എനിക്ക് വേണ്ട, ഞാൻ ഭക്ഷണം കുറച്ച് കഴിക്കാറുള്ളത്. അല്ല ഞാൻ വേറൊരു കാര്യം, മീൻസ് ഒരുപാട് ടൈം എടുക്കുന്നില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, സംസാരിച്ചോ. അല്ല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് UAE നാട്ടില് ഓക്കെ, പക്ഷെ UAE കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സദ്യയില് ചോറ് കഴിക്കൂ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പായസം ഒരുപാട് ഒഴിച്ചിട്ട് കഴിക്കൂ എന്നാണ് അവര് പറയുന്നത്. ശരിയാണ്, പായസം നന്നായി ഒഴിച്ചു തരും. അതെനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ചോറ് ഫസ്റ്റ് ആയിട്ട് ചോറാണ് കൂടുതൽ സെർവ് ചെയ്തതിന് ശേഷം ഈ പരിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പാറിനും മോരിനും രസത്തിനൊക്കെ വേണ്ടിട്ട് വെറും കഴിക്കൂ മോനെ കഴിക്കൂ എന്ന് അങ്ങനെ പറയും. ഇവിടെ എന്തായാലും ക്രിസ്റ്റിന് പായസം ഭയങ്കര ചീപ്പാണെന്ന് തോന്നുന്നു. അതറിയില്ല, എനിക്ക് തോന്നുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോറ് അങ്ങനെ എല്ലാവർക്കും നമ്മുടെ നാട്ടില് ചോറില്ലാതെ പറ്റൂല എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഇത് പറയാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും നോർമലി ചോറൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു ഡയറ്റ് ആ ഒരു ഇതിലാണല്ലോ എല്ലാരും പോണത്. എന്നറിയില്ല. പിന്നെ പായസം ചോറ് നമുക്ക് എപ്പോഴും കഴിക്കാലോ, ഇതുപോലെ പായസം പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്നല്ലോ നമുക്ക്. അതെ. അല്ല ഞാന് പത്തനംതിട്ടയാണ്. അപ്പൊ ഈ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പ്യുവർ ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള സദ്യ ആയിരിക്കും. പക്ഷെ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ അറിയില്ല, ചിക്കനോ പറഞ്ഞില്ല. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു നോൺ വെജ് സദ്യ കഴിച്ചു. വലിയ മീനൊക്കെ പൊരിച്ചു വെച്ചേക്കണം. കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വണ്ടറോ, അത്ര വലിയ മീനാ. സദ്യക്കകത്ത് അജ്മാലല്ലേ ഇവിടെ ദുബായിലല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ എങ്ങനെ ഗെയിം എന്നൊക്കെ അറിയാലോ അല്ലേ? അറിയാം. ഞാൻ സ്റ്റാർട്ട് പറയാലോ അല്ലേ? സ്റ്റാർട്ട്. ഓക്കെ. സ്റ്റോപ്പ്. ഓക്കെ. അപ്പൊ നമ്മള് മൂവീസ് ആണ്. ഓക്കെ. അപ്പൊ മൂവീസിലെ ക്വസ്റ്റ്യൻസ് മീൻസ് എന്തെങ്കിലും വീഡിയോ ആയിരിക്കും അതോ? അല്ലല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ എന്നിട്ട് അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. നമ്മൾ ഓപ്ഷൻ തരും. ഓക്കെ. വരുന്നുണ്ട്. ഈ പ്രശസ്ത ഇന്ത്യൻ താരത്തിന്റെ ഏക ഹോളിവുഡ് ചിത്രമാണ് 1988 ഇറങ്ങിയ ബ്ലഡ് സ്റ്റോൺ. ഓക്കെ, ആരാണ് താരം? ക്വസ്റ്റ്യൻ കിട്ടിയോ? ഈ പ്രശസ്ത ഇന്ത്യൻ താരത്തിന്റെ ഏക ഹോളിവുഡ് ചിത്രമാണ് 1988 ഇറങ്ങിയ ബ്ലഡ് സ്റ്റോൺ. ആരാണ് താരം? അമിതാഭ് ബച്ചൻ? എനിക്കറിയില്ല, പക്ഷെ വൈൽഡ് ഗസ് ആണ്. അനിൽ കപൂർ. ഓക്കെ, നമ്മുടെ ഓപ്ഷനിലും ഉണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. വൈൽഡ് ഗസ് ആണ്, എനിക്കറിയില്ല. രജനീകാന്ത്. ഓക്കെ. അനിൽ കപൂർ ജെയിംസ് ബോണ്ട് മൂവിയിലാണ് അഭിനയിച്ചത്. സോറി, അല്ലല്ല, മിഷൻ ഈസ് പോസിബിൾ അല്ലേ? മിഷൻ ഇമ്പോസിബിൾ ആ സിനിമയിലാണ് കേട്ടോ. സോറി, അനിൽ കപൂർ അല്ലേ? മിഷൻ ഇമ്പോസിബിൾ. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഇന്ന് ഒരുപാട് വിശേഷങ്ങള് ഷഹനാസിനോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷഹനാസ് ഇപ്പം നമ്മള് ആരോടെ സംസാരിച്ച് കുട്ടിക്കാലത്തെ ഓർമ്മകൾ നമ്മളിപ്പോ രണ്ടുപേരോടും പങ്കുവെച്ചു. അപ്പൊ അതുപോലെ എന്തെങ്കിലും കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഷഹനാസിനുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ പറയാൻ മുമ്പ് എനിക്ക് കൂടുതൽ എന്റെ കുട്ടിക്കാലാണ് ഇഷ്ടം. അത് പറയാം. എനിക്കും കുട്ടിക്കാലം ഇഷ്ടമാണ്. പറയാ ഒരു കുട്ടിക്കാലത്ത് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കാലം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോവാൻ പറ്റിയ ഒരു സമയം. ഇപ്പൊ ആരും വിടില്ലല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇരുത്തുള്ളൂ. കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് അടുത്ത് അങ്ങനെ പോകാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ നമ്മളെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് കൂടും. ഓണായാലും എന്തോ ആയാലും ഇടയ്ക്ക് ഇപ്പൊ വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സ്കൂളില്ലാത്ത സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് കളികളൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പൊ നമുക്ക് ആ ബാക്കി ഓർമ്മകൾ കോള് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ. ശൈലാൻഡി, എന്താ വിശേഷം? എന്ത് ഭയങ്കര തിരക്കിന്നൊക്കെ ഓടി വന്നിട്ടാണല്ലോ എന്നൊക്കെ പറയണേ. കിച്ചണിലാണോ ശൈലാൻഡി? ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയേ? കിഴങ്ങ് കറി, ദോശയും കിഴങ്ങ് കറി എന്ന് പറഞ്ഞാ എന്താ? പൊട്ടറ്റോ
പൊട്ടറ്റോ കറി ഇവിടെ പിടിച്ചോളാം ഇവിടെ പിടിച്ചോളാം. അതല്ല കിഴങ്ങ് പറഞ്ഞൂടെ? ഈ കിഴങ്ങ് എന്ന് പറയുമ്പോ പല ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ. നിങ്ങളപ്പോ എന്താ പറയാ പൊട്ടറ്റോയ്ക്ക്? പൊട്ടറ്റോ കറി ഇംഗ്ലീഷ് തന്നെയാണോ? ആ പൊട്ടറ്റോ കറി. നമ്മളൊക്കെ മലയാളികളെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഓക്കെ, പക്ഷെ കിഴങ്ങ് എന്ന് പറയുമ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഉരുളക്കിഴങ്ങ് അറിയാം. ഓക്കെ, കുട്ടിക്ക് ചെറുതായിട്ട് മലയാളം മാറിപ്പോയതാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? കൊറേ ആയി ഞാൻ സംസാരിച്ചിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ശൈലാന്റിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും കേട്ടോ. രണ്ടുപേരെയും നിങ്ങളുടെയൊക്കെ ഷോ അദ്ദേഹം കുറച്ചായാലും ഇങ്ങോട്ട് വന്നിട്ട്. അന്ന് വന്നപ്പോ ആരും ഇല്ലായിരുന്നു, നിങ്ങൾ ആരും ഇല്ലായിരുന്നു. എപ്പൊ ഈ അടുത്ത സമയത്ത് വന്നോ? അല്ല, ഒരിക്കൽ വന്നില്ല. അന്ന് നമ്മളില്ലായിരുന്നു. അല്ല, ഞാനിപ്പോ ഷോയ്ക്ക് ഇടയ്ക്ക് വരാറില്ലല്ലോ, അതാ പറഞ്ഞത്. അതിപ്പോ കാണാറില്ല. അതിങ്ങനെ ഓരോരോ തിരക്കുകളൊക്കെ കാരണം. ഓക്കെ. പിന്നെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആന്റി? ഓണം പുറത്ത് പോയി കഴിച്ചു, വെളിയിൽ പോയി കഴിച്ചു. രണ്ടുപേർക്കാരും പിന്നെ എന്തോന്ന് ഉണ്ടാക്കി. ശരിയാ, എല്ലാം എളുപ്പത്തിലാണല്ലോ. മകന് മാത്രല്ല, അല്ല എല്ലാരും ഈ ഓണം ഉള്ളവരും എല്ലാരും വെളിയിലാണ്. ഭയങ്കര ക്യൂ ആയിരുന്നു. സത്യം. ശൈലാൻഡ് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഡേ പോയി കാണാം, അതാണ് ഇത്രയും ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മളിപ്പോ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോ നമ്മള് പറയേ, നമ്മള് മാത്രം ഒന്നും വെക്കാൻ പറ്റില്ല. ഞാനൊക്കെ സ്ഥിരം കേൾക്കണം, വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. നിനക്ക് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ ഒരു ലോകം മുഴുവനും അവിടെ കാണും. അപ്പൊ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാൻ എല്ലാവർക്കും. അതെ ഞാൻ പറഞ്ഞു, നമ്മള് വഴക്ക് പറഞ്ഞിട്ടാ കൊണ്ടുപോകണത്. അവിടെ ചെന്നപ്പോ ഞാൻ ചോദിക്കാം, അപ്പൊ ഈ ഇരിക്കുന്നവർക്കൊക്കെയോ എത്ര പേരാ ഫാമിലി? ഒരുപാട് പേര്. അതിപ്പോ സദ്യ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറൊരു ഹോട്ടലിൽ വന്ന് കിട്ടിയില്ല. ഞങ്ങൾക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. നീ പുറത്തുനിന്നാ കഴിച്ചേ? പുറത്തുനിന്ന് കഴിച്ചത്. ഓണത്തിന്റെ അന്ന് ഞങ്ങള് ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണം അല്ലേ? ശരിയാണ്. എന്തായാലും ഓണമൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. ഇനിയും ഓണം യുഎയിലെ ഓണം ഇപ്പൊ ഞങ്ങള് പറഞ്ഞ കേട്ട് കാണല്ലോ. ഇപ്പൊ ആന്റിക്ക് അറിയാലോ, ആന്റി ഇവിടെ ആണല്ലോ അല്ലെ? പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുന്നില്ല നമ്മുടെ ആഘോഷങ്ങള്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാൻ ഷെഹനാസിനോട് ചോദിക്കുമായിരുന്നു, കുട്ടിക്കാലത്തെ ഓണമാണ് ഇപ്പൊ വിളിച്ച് നമ്മുടെ 2 കോളേഴ്സിനും ഷെഹനാസിനും എനിക്കും എല്ലാവർക്കും. അപ്പം ആന്റിയുടെ കുറച്ചും കൂടെ ബാക്കിലോട്ടുള്ള ഓർമ്മകളാണല്ലോ, ഞങ്ങളെക്കാളും കുറച്ചും പിറകിലായിട്ടുള്ള ഓർമ്മകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. എത്ര കറികളാണെങ്കിലും വീടുകളിൽ കൂട്ടുകുടുംബമൊക്കെ ആയിരിക്കും പണ്ട്. ഓരോരോ കുടുംബമായിട്ട് മാറണം. ഏറ്റവും വലിയ പ്രത്യേകത വീടുകളിൽ തന്നെ ആയിരിക്കും. അതെ, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ആന്റി, ഏതൊരു മതം ആയിക്കോട്ടെ എല്ലാവരും ഓണസദ്യ വീട്ടിലുണ്ടാക്കും നമ്മുടെ നാട്ടില്. ഓണത്തിന് മതമില്ലല്ലോ. അതെ, അതെ അതാ ഒരു മതം എല്ലാവരും ആഘോഷിക്കുന്ന, അങ്ങനെ ഒരു ഒന്നിനും മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. കേരളത്തിലുള്ളവരാകുമ്പോ ഓണം ഭേദമൊന്നുമില്ല അതിന്. അതെ, അന്നൊക്കെ ഓണക്കോടിയൊക്കെ കിട്ടുവോ? ഇല്ല, അങ്ങനെയൊന്നും ഓണക്കോടി ഒന്നും കിട്ടില്ല. ഓണക്കോടി ഒന്നും ഇല്ല അല്ലേ? അപ്പൊ സദ്യയൊക്കെ ഇപ്പൊ ഏകദേശം എത്ര കറിയൊക്കെ ഉണ്ടാക്കും? അല്ല, നമ്മൾ വീട്ടിൽ അങ്ങനെ, എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ. മാലിക്കിന്റെ അത്താടെ വീട്ടിൽ കൊട്ടാരക്കരയാണെങ്കിൽ എല്ലാം. എന്നാലും അപ്പൊ ഏകദേശം എത്ര കറികളൊക്കെ ഉണ്ടാക്കും? പായസമൊക്കെ? അല്ല, അങ്ങനെ ഒരു ഒറ്റ പായസം തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അട പായസം ആണെങ്കിൽ അത് മാത്രം. ഒരു പായസമൊക്കെ ഉണ്ടാക്കുള്ളൂ, അങ്ങനെ ഉണ്ടാക്കില്ല. അത് ശരിയാണ്, നമ്മുടെ വീട്ടിലും ഒരു പായസം ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ ഓർമ്മകളില് നമ്മൾ നിലത്ത് ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ട് അങ്ങനെയല്ലേ? അങ്ങനെയാണ് പണ്ടൊക്കെ താഴെ ഇരുന്ന് തന്നെയാണ് ഉണ്ണണത്. അതെ അതെ അതെ, ഇപ്പോഴും താഴെ ഇരുന്നിട്ട് തന്നെ ഉണ്ണാറുണ്ടല്ലോ ചിലവരൊക്കെ. എന്റെ ഹസ്ബൻഡിനോടൊക്കെ പറയാ, ഞങ്ങളൊക്കെ ടേബിളിൽ ഇരുന്നിട്ടാ കഴിക്കണം. ഞാൻ പറഞ്ഞു താഴെ ഇരുന്ന് ഉണ്ണുന്ന വേറെ തന്നെ. അത് എന്താന്ന് ചോദിച്ചാൽ ആ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ പറയും, ഇല ഇടുമ്പോ താഴെ തന്നെയാണ് സൗകര്യം. അത് ഇരുന്ന് നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചന്തം ഉണ്ടല്ലോ, എല്ലാരും കൂടി ഇരുന്നിട്ട് ഇരിക്കാൻ. ചിലർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല, എന്റെ മമ്മിയൊക്കെ കഷ്ടപ്പെടുന്ന ഇരിക്കാൻ ചിലവർക്ക് പാടായിരിക്കും. അതൊക്കെ ഒരു നല്ല രസമാണ്. നമ്മൾ ആകെ ഇപ്പം ഒരു ഇപ്പോഴാണ് ഇരിക്കാണ്ട് ശീലായിട്ട് ഇപ്പോഴാണ് പാട്. ഇങ്ങനെ ചമ്മറം പടിഞ്ഞിരിക്കാന്ന് പറയും. മാലിക്കിനൊക്കെ വലിയ ഉത്സാഹമാണ് ഇതുപോലെയൊക്കെ വരുമ്പോ ഇങ്ങനെ. സത്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സന്തോഷത്തിനാണ് ചെയ്യുന്നത്. സത്യം. പെട്ടെന്ന് നമ്മള് മാലിക്കിന് ഒരു കല്യാണം കാലോചിച്ച് നമുക്ക് 3 പേർക്കും കൂടെ ആഘോഷിക്കാൻ. കൂടുതൽ വടക്കോട്ടുള്ളവർക്ക് ആർക്ക് തിരുവനന്തപുരം വേണ്ട. അതാണ് കൂടുതലും വടക്കോട്ടല്ല, ഇവിടെ ഉള്ളവർ കോഴിക്കോട്, മലപ്പുറം ഒരുപാട് പേര്. തിരുവനന്തപുരം വളരെ കുറവ്. എന്തായാലും ഞങ്ങള് മാലിക്കിന്റെ കല്യാണമൊക്കെ നമ്മുടെ സ്ഥിരം നമ്മൾ സംസാരിക്കുന്നതല്ലേ. നമ്മള് നല്ല ആഗ്രഹമുണ്ട് ശൈലാന്റിനെയും മാലിക്കിനൊക്കെ കാണാൻ. പറയണോ കേട്ടോ കല്യാണമൊക്കെ. ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് പോയാലോ ആന്റി? പോവാം. ഓക്കെ,
സ്റ്റാർട്ട് എല്ലാരും പഠിച്ചേട്ടോ. നമ്മളിന്ന് വിളിക്കണില്ലേ? അതന്നെ ഞങ്ങൾ ഇടയ്ക്ക് മറക്കണത്. സ്റ്റോപ്പ്. GK നമ്മളെ ക്വസ്റ്റ്യൻ യൂണിറ്റിലെ GK ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാലിക് എത്തിയോ? ഇല്ല വന്നില്ല. ഓക്കെ, ജിമ്മിലായിരിക്കും അല്ലേ? ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ജിമ്മിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല. വിളിക്കട്ടെ, ഞാൻ ട്രോളുന്നുണ്ട്. ഒരു മാസത്തോളായി. ആണല്ലേ, എന്നെ ട്രോളുന്ന എന്നും. ആണോ? ഇന്ന് ഭാഗ്യത്തിന് ഇന്ന് ജിമ്മിലാണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കുമരകം ബോട്ട് ദുരന്തത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് ജസ്റ്റിസ് മോഹൻകുമാർ കമ്മീഷൻ, ജസ്റ്റിസ് SC അഗർവാൾ കമ്മീഷൻ, ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. അഗർവാൾ കമ്മീഷൻ. വെറൈറ്റി ഉള്ള പേര് നമുക്ക് നോക്കാം എന്തായാലും. ഓപ്ഷൻ ബി മനസ്സറിയാലോ, പക്ഷെ അതല്ലായിരുന്നു നമ്മുടെ സാധാരണ ശ്രീ നാരായണക്കുറുപ്പായിരുന്നു. സാധാരണ ശൈലാൻഡി എല്ലാം ആൻസർ ഒക്കെ കറക്റ്റ് പറയണതാ. അതാണ് ഈ പ്രാവശ്യം ഒരിച്ചിട്ട് അന്താരാഷ്ട്ര പിടിയിലേക്ക് പോവാന്ന് വിചാരിച്ചു. എന്തായാലും കുഴപ്പമില്ല, നമ്മള് വീണ്ടും വിളിക്കും എന്ന് നമുക്കറിയാം. എന്തായാലും ശൈലാൻഡി വീണ്ടും വിളിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, ബൈ. വേറെ കോൾ ഉണ്ടോ? ഇല്ല. കോള്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക് പോകാൻ. പറഞ്ഞോളൂ. ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ഞാൻ പറയിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഓർമ്മകൾ പങ്കെടുക്കാനുണ്ട്, ഭാഷ പങ്കുവെക്കാനുണ്ട്. എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടം. അതൊക്കെ പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടമാണ്. ഞാനാണല്ലോ ഓരാക്ഷം മുഴുവൻ സംസാരിക്കും. മര്യാദ എന്നോട് പറയുന്ന വിശേഷങ്ങൾ. നല്ല വിശേഷങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് നോൺ വെജ് സദ്യ കഴിച്ചെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഞങ്ങള് പോയി. വേറെ എങ്ങോട്ട് പോയി? ഹലോ ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജിബിൻ എന്നാണ്. ഞാൻ ഷാർജയിൽ നിന്ന് വിളിക്കുന്നത്. ജിബിൻ, ഷാർജയിൽ നിന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ലല്ല, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ജിബിനാണോ ജിദ്ദിനാണോ? ജിബിൻ, ജിബിൻ. ഇടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ? ജിബിൻ. ഓക്കെ ജിബിൻ, എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട്? എന്താണ് വിശേഷമായിട്ട്? ഓണമൊക്കെ കഴിഞ്ഞു. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഓണമൊക്കെ അല്ലേ അടിച്ചു പൊളിച്ചു. എത്ര സദ്യ കഴിച്ചു? എനിക്കത് അറിയേണ്ടത്. ഞാൻ എണ്ണ എടുത്തോണ്ടിരിക്കും. രണ്ടെണ്ണം. ഇവിടെ 5 കഴിച്ചു. അതാണ് എല്ലാരും പറയണ്ടോ. ഒന്നാ അതിന്റെ നമ്മുടെ ആ ഒരു ഫിസിക്കും കൂടെ വെച്ചിട്ട് ആൾക്കാർ കളിയാകും. 5 ഞാൻ 2 കഴിച്ചു. എത്ര പായസം കുടിച്ചോ? ഒരു 3 പായസം. ഓക്കെ, ഏതാണ് ഫേവറേറ്റ് പായസം? പാലട. എല്ലാവർക്കും പാലട ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എനിക്ക് അമ്പലപ്പുഴ പായസം ഞാൻ ഈ പ്രാവശ്യം 3 പ്രാവശ്യം കുടിച്ചു. അമ്പലപ്പുഴ പാൽപ്പായസം ഞാൻ അതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ചെയ്തോ. എങ്ങനെയുണ്ട്? ഞാൻ കുടിച്ചു. അടിപൊളിയാണോ? അടിപൊളി, കുഴപ്പമില്ല. ജിബിൻ കഴിച്ചിട്ടുണ്ടോ അമ്പലപ്പുഴ? ആണല്ലേ? ഇഷ്ടപ്പെട്ടാ? അടിപൊളിയല്ലേ? പിന്നെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഓണെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു? എല്ലാവർക്കും ഒപ്പമായിരുന്നോ? ഇവിടെ ആരൊക്കെയുണ്ട് ഇപ്പൊ? എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് ഇങ്ങനെ എല്ലാരും കൂടെ ഗ്യാതറിംഗ് ഒക്കെ ഉള്ളതാണോ നിങ്ങള്? ഉണ്ടല്ലോ, അടിച്ചുപൊളിയാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. അല്ലാതെ ഈ പ്രത്യേകിച്ച് ഓണൊക്കെ വരുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാതിരിക്കാൻ പറ്റുമോ? നാട്ടിലെവിടാന്നാ പറഞ്ഞേ? പാലക്കാട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പാലക്കാട് എവിടെയാന്ന് പറഞ്ഞേ? പാലക്കാട് മുണ്ടൂര്. മുണ്ടൂര് മറ്റേ ആ തിളക്കം മൂവിയൊക്കെ അതാണോ മുണ്ടൂര്? ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് അറിയാൻ മേലത്ത് ഞാൻ കുറച്ച് മിണ്ടാതിരിക്കും. ഇവിടെ ഒരാൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ അങ്ങ് പോകുക. പാലക്കാട് വണ്ടി എടുത്തിട്ട് പോയി നേരെ. പാലക്കാട് സ്പെഷ്യാലിറ്റി എന്ന് പറയോ? എന്തൊക്കെയാണ് നിങ്ങളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ? പാലക്കാട് പോയി കഴിഞ്ഞാൽ കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ്? പാലക്കാടല്ലേ, നമ്മള് പാലക്കാട് ജനിച്ചു വളർന്ന കാരണം പാലക്കാട് ടൗൺ ഏരിയ അങ്ങനെ മൊത്തം നമുക്കൊരു മിസ്സിംഗ് തന്നെയാണത്. എപ്പോ പോയാലും നമ്മുടെ നൊസ്റ്റാൾജിക് ഫുഡ് കഴിക്കുക, നൊസ്റ്റാൾജിക് സ്ഥലങ്ങൾ കാണാം, അങ്ങനത്തെ. പക്ഷെ നല്ല ചൂടാണല്ലേ? ചൂട് കൂടുതലാണ്. ഇപ്പോ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അല്ല, നോർമലി അവിടെ ചൂട് കൂടുതലാണോ? പാലക്കാട് ചൂട് ഏറ്റവും ചൂട് കൂടും ഏറ്റവും തണുപ്പും അവിടെ തന്നെയാണ്. എന്ത് വന്നാലും കൂടുതലാണ്. സ്നേഹം കൂടുതലാണ്. നല്ല സ്ഥലം. അതുപോലെ തന്നെ സ്നേഹവും കൂടുതലുള്ളവരാണ് നിങ്ങൾ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വളരെ സ്നേഹത്തോടെ ഗെയിമിലേക്ക് പോകാം. ഗെയിം അറിയാലോ? ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോളൂ. അപ്പോ പൊളിറ്റിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. പൊളിറ്റിക്സ് ഇഷ്ടമാണോ? പൊളിറ്റിക്സ് ഇങ്ങനെ
കാര്യമായിട്ടില്ല, എന്നാലും അറിയാം. ചെറിയൊരു ഇഷ്ടം, കുഴപ്പമില്ല നമുക്ക്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി ആരാണ്? രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ്. ക്വസ്റ്റ്യൻ കിട്ടിയോ? കിട്ടി. ഓക്കെ, പറഞ്ഞോ. രാജ്ഗുരു, ഭഗവത്. അറിയില്ലെങ്കിൽ കറക്കി കുത്തിക്കോ, നമുക്ക് ടൈം ഔട്ട് ആവും. നമുക്ക് ടൈം ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, അറിയാം. ഭഗത് സിംഗ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഭഗവത് സിംഗ് നോക്കാം. പക്ഷെ രാജ്ഗുരു ആയിരുന്നു. രാജ്ഗുരു. ഓക്കെ, ഉത്തരം തെറ്റാലും കുഴപ്പമില്ല, പുതിയൊരു ക്വസ്റ്റ്യൻ ആൻസറും കിട്ടിയല്ലോ. അതെ തീർച്ചയായും. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും വിളിക്കാം. ബൈ. ഹലോ, ഗുഡ് ഈവനിങ്. വോളിയം ഒന്ന് കുറയ്ക്കുവോ? പറയോ, ആരാണ് സംസാരിക്കുന്നത്? ഷാമോൻ. അതെ. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഷാർജ. ഷാമോൻ മുൻപ് വിളിച്ചിട്ടുണ്ടോ? എന്തോ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അതെ അതെ. TV ഒന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും നമുക്ക്, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കില്ല. ശ്യാമൻ എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ ഷാർജ എന്നാണ്. അല്ലല്ല, നാട്ടിലെവിടെ? ഷാർജ മനസ്സിലായി, സോറി. നാട്ടിലെവിടെ? കളമശ്ശേരി. കളമശ്ശേരി. ഓക്കെ, എറണാകുളം കോട്ടയം ഒരു ടച്ച്. ശ്യാമോനാണേ, അങ്ങനെ പറഞ്ഞപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നല്ല രസമുണ്ട്. ഞാൻ എറണാകുളംകാരിയാണ്. എറണാകുളത്ത് എവിടെ? എറണാകുളത്ത് ആലുവ, പൂക്കാട്ടുപടി എന്ന് പറയും. പൂക്കാട്ടുപടിയാണ്. യെസ്, അറിയോ? പിന്നെ അപ്പൊ നമ്മുടെ ആ ഒരു ടച്ച് ആണേ. അതേ നാട്ടുകാരല്ലേ? അവള് കോട്ടയം ആ ഒരു ടച്ചാണ്. ഞാൻ രണ്ടും കൂടെ മിക്സഡ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ സംസാരം. പൂക്കാട്ടുപടിയാണോ? രണ്ടുപേരും പൂക്കാട്ടുപടിയാണോ? ഞാന് മലപ്പുറം. മലപ്പുറം അറിയോ? പക്ഷെ ഞാൻ കൊച്ചിയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിടെ താമസിച്ചിട്ടുണ്ട് കൊച്ചിയില്. ഇത് കൊച്ചിക്കാരാണ്, സിറ്റി ഗേൾ ആണ്. നമ്മളും എറണാകുളം ആണല്ലോ. എനിക്ക് കൊച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാം അടിപൊളിയാണ്. കൊച്ചി ഇഷ്ടാന്ന് പറഞ്ഞല്ലേ പെട്ടെന്ന്. ഞാൻ മലപ്പുറം. എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ കൊച്ചിയില്. ഇവിടെ ഫാമിലി ഒക്കെ ഉണ്ടോ? ഇല്ല, ഫാമിലി ഇല്ല. ഫാമിലി ഒറ്റയ്ക്കാണ്. എന്താണ് ജോബ്, എന്താ ചെയ്യുന്നത്? ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. ആഹാ, ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാണോ? ഫ്രണ്ട് ഉണ്ടോ കൂടെ? ഫ്രണ്ടും കൂടെ ഉണ്ടോ? ഫ്രണ്ട് ഉണ്ട്, കൂടെ ഉണ്ട്. ഓക്കെ. ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഇവിടെ ഇല്ല, ബാച്ചിലേഴ്സ് റൂമിലാണ്. അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നാട്ടില് വൈഫ് 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾ. ചെറിയ കുട്ടികളാ? ഒരാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും. എല്ലാരുടെ അടുത്തും ഞങ്ങൾ ചോദിച്ചു പറയൂട്ടോ. ഷുവർ, പറയാം. എന്നിട്ട് വേറെ വിശേഷം? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ആഘോഷിച്ചു. നന്നായി ആഘോഷിച്ചു. ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിച്ചു അല്ലേ? അതെ അതെ. ബാച്ചിലേഴ്സ് ആകുമ്പോൾ ഇച്ചിരി കൂടെ കളർഫുൾ ആയിരിക്കും. അതെ അതെ. പുറത്തൊക്കെ പോവാം. എല്ലാവർക്കും പിന്നെ ഓണത്തിന് നമുക്ക് അവിടുത്തെ സദ്യ ഒന്നും അങ്ങനെ വലുതായിട്ട് പറ്റില്ല, കാരണം സ്പേസ് ഒക്കെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമല്ലായിരുന്നു? ഇട്ടിട്ടാണോ സദ്യ കഴിച്ചേ? ഉണ്ടാക്കി. ഉണ്ടാക്കുമ്പോ കുറച്ച് വലിയ സ്പേസ് കൊടുക്കണോ? ഞങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പുള്ളി ഉണ്ടാക്കി. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാം ഒരു തരം ഓർമ്മകൾ. ഓണം വീട്ടിൽ ആഘോഷിച്ചു അല്ലേ? അതെ അതെ. അപ്പൊ നമ്മളെ വിളിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ഗെയിം അറിയുവോ? അറിയാം, പറഞ്ഞു തന്നെ എനിക്ക് ഇവിടുത്തെ ആള്. അതാരാ ഇവിടെ വിളിക്കുന്ന ആളാണോ? ഞങ്ങളറിയാതെ ഇടയിൽ കൂടെ ഒരു അറിവ് പറഞ്ഞു തന്നത്. ഇല്ല, ഇവിടെ ഇടയ്ക്ക് കാണുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ആരോ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ആ പറഞ്ഞു തന്ന ആൾക്കൊരു ഹായ് കേട്ടോ. എന്തായാലും നമ്മളെ ഫോളോ ചെയ്ത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണുക. നമ്മുടെ ഗെയിമിലേക്ക് പോകാം. ഓക്കെ, എന്നാ സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, GK ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിക്കാം. കുട്ടിയുടെ സൗണ്ട് ഒക്കെ കുഞ്ഞു കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. കുഞ്ഞു മോനെ ഹൈമോനാണോ അത് മോളോ? മോളാണ്. ഹായ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ റെഡിയാണേ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഓക്കെ, 42 ഭേദഗതി, 41 ഭേദഗതി, 40 ഭേദഗതി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലൂ 3 ഒരെണ്ണമാണ്. വന്നു. ഞാൻ ഒന്നുകൂടി ചോദിക്കണോ? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണ 40 സെക്കൻഡ് 42
42 ഫസ്റ്റ്. ഓക്കെ ഓക്കെ, ഓപ്ഷൻ അപ്പൊ നമ്മൾ 42 ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓ കറക്റ്റ് ആൻസർ ആണ്. Wow, നമുക്ക് അടുത്തിലേക്ക് പോയാലോ? ഇച്ചിരി ക്ലൂ തരണേ. ഇച്ചിരി ക്ലൂ തരാം. ഇച്ചിരി തരുള്ളേ. ഓക്കെ സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഇത് കാണുന്നില്ല, നിങ്ങൾ പറഞ്ഞ് കുറച്ച് നമുക്ക് അതങ്ങനെയാണ്, നമ്മൾ ലൈവ് ആയതുകൊണ്ട് കഴിയുമ്പോൾ ടിവിയിൽ വരത്തുള്ളൂ, അത് ചെറിയ ലാഗുണ്ട്, അങ്ങനെയാണത്. അപ്പൊ എനിക്ക് സമയം തരണേ. ഓക്കെ തീർച്ചയായിട്ടും. നിങ്ങൾ ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി, ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ. നിങ്ങൾ ടി വി നോക്കണ്ട. അപ്പൊ കാണാൻ പറ്റത്തില്ല ഇതേ ഈ ഓപ്ഷനെ. അത് നമ്മൾ കറക്റ്റ് പറഞ്ഞതിന് ശേഷം പിന്നെ ടിവിയിലേക്ക് നോക്കിയാൽ മതി. നോക്കാം. ടിവിയിൽ സൗണ്ട് കുറച്ച് വെച്ചു, അപ്പൊ ഞങ്ങളെ കേൾക്കാൻ പറ്റും. ഓക്കെ ഷുവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് അടുത്ത് സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് സ്റ്റോപ്പ് പെട്ടെന്ന്. മൂവീസ് ആണ് കേട്ടോ വന്നിട്ടുള്ളേ. മൂവിയോ? മൂവീസ്. മോളെ ഫാത്തിമ വിളിച്ചേ, ഇത്ര വിളിച്ചേ. ഇല്ല, ഞങ്ങൾ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ കേൾക്കണം. ടിവിയുടെ സൗണ്ട് കുറച്ച് വേണമെങ്കിൽ ടിവിയിലോട്ട് ശ്രദ്ധിച്ചോ, ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ. ടിവി ഓൺ ചെയ്യണം. ടിവി ഓൺ ചെയ്യാം. ഓൺ ചെയ്യണ്ട. പിന്നെ ഇത് നമ്മൾ ഇവിടെ പറയും, ചോദിക്കാം. മ്യൂസിക് വന്നാൽ മാത്രം ഓൺ ചെയ്താൽ മതി. ഇതിപ്പോ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ നിങ്ങൾക്ക് കേട്ടാ മതിയല്ലോ. ക്വസ്റ്റ്യൻ പറയും, മ്യൂസിക് പറയൂല്ലേ? ഇല്ല, ഇപ്പൊ മ്യൂസിക് ഇല്ല. ചോദ്യം ചോദിക്കട്ടെ. കമൽഹാസൻ ആദ്യമായി അഭിനയിച്ച മലയാള ചലച്ചിത്രം. കണ്ണും കരളും, കന്യാകുമാരി, വിഷ്ണു വിജയം. കമൽഹാസൻ ആദ്യമായി അഭിനയിച്ച മലയാള ചലച്ചിത്രം. കണ്ണും കരളും, കന്യാകുമാരി, വിഷ്ണു വിജയം. ക്ലൂ ഇല്ല. കമലഹാസന്റെ കണ്ണും കരളും എന്താണ്? കന്യാകുമാരി, വിഷ്ണു വിജയം. കണ്ണും കരളും. പെട്ടെന്ന് പറയണേ, നമുക്ക് ടൈം ഔട്ട് ആയി. ബി എടുക്കാം. കന്യാകുമാരി. അറിയത്തില്ല. നോക്കാം എന്തായാലും. കണ്ണും കരളും. ഓ കണ്ണും കരളോ. അയ്യോ, നേരത്തെ കണ്ണും കരളും ഞാൻ പറഞ്ഞായിരിക്കും. ആണല്ലേ? അതെന്തായാലും കുഴപ്പമില്ല. ഇനി വീണ്ടും കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കും. നമ്മുടെ ഷോ ഒന്നും കൂടെ കാണുക, അപ്പൊ നിങ്ങൾക്ക് ഒരു ആ ഡൗട്ട് മാർക്ക് കിട്ടും, എങ്ങനെയാണ് ടൈമും കാര്യങ്ങളും എന്നൊക്കെ. നാളെ വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഹലോ. ഗുഡ് ഈവനിങ്. ഹലോ. മാലിക്കാണോ? മാലിക്, എന്തുണ്ട് വിശേഷങ്ങളെ മാലിക്? ജിമ്മിന്നൊക്കെ ഇറങ്ങിയോ? എന്നെ ട്രോളാൻ വേണ്ടി പറഞ്ഞേയുള്ളൂ. എന്താണ് വിശേഷങ്ങൾ, പറയൂ. എന്നാ ട്രോളിക്കോളൂ. ഇന്ന് ക്ഷീണിച്ചതിന്റെ അതാ, അതുകൊണ്ട് വല്ലതും കിട്ടാൻ വഴിയില്ല. കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ മാലിക് ഫുഡ്? ഞാൻ ടി വി കണ്ടില്ലല്ലോ, ടി വി കണ്ടിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. ഓൺ ആക്കണ്ട, ഇങ്ങനെ കേട്ടാ മതി. വീട്ടിലെത്തിന്നാ തോന്നണേ, ഇപ്പൊ ഓണാക്കിക്കോളൂ. പിന്നെ ഓണത്തിന് വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പൊ ടി വി അല്ല നമുക്ക് അത്യാവശ്യം, നമുക്ക് സംസാരിക്കാന്നേ. ഓണത്തിന് വിശേഷം ഇങ്ങനെ പോണു. സദ്യ കഴിച്ചു, ഹോട്ടലിൽ പോയി. ഉമ്മ പറഞ്ഞു പുറത്തു പോയിട്ടാണ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു. കഴിച്ച സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്തായിരുന്നു? സദ്യയിലോ? സദ്യയിലെ കറികളുണ്ടല്ലോ, കറീനെ കുറിച്ച് പറഞ്ഞു. എനിക്കെന്ത് വിഷമാണ് ഇഷ്ടാ, പറയ്. അതല്ല, നാക്കി കൂടെ വെള്ളം ഓർമ്മ. അത് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും. പിന്നെ അല്ല, 5 സദ്യ കഴിച്ചിട്ട് വെള്ളമില്ല. എനിക്ക് വെള്ളം കുറവായിരിക്കും. പറഞ്ഞോളൂ മാലിക്. കറി പുളിശ്ശേരി. പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിശ്ശേരി പുളിയിഞ്ചി ആണോ? അല്ല, മോരുകറി. മോരുകറി. ഞങ്ങളൊക്കെ പുളിശ്ശേരി എന്നാ പറയുന്നത്. പുളിശ്ശേരി. ഓക്കെ, അത് അത്ര ഊറത്തില്ല, കാരണം നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കൂല വീട്ടിലൊക്കെ മോരുകറി. നമ്മൾ ഉണ്ടാക്കും. ഇവിടെ പ്രത്യേകിച്ച് മോരുകറി എപ്പോഴും ഉണ്ടാക്കുന്നത്. അത് ആ മിഷൻ അങ്ങ് ഫെയിലായി കേട്ടോ. അടുത്ത പറഞ്ഞോളൂ. പായസം പറഞ്ഞോളൂ. പായസം ഏതായിരുന്നു കഴിച്ചേ? പായസം ചെറുപയർ പായസം. ചെറുപയർ പായസം. ഓക്കെ, കടകളിൽ ചെറുപയർ പായസം ഉണ്ടോ? എനിക്ക് ചെറുപയർ പായസം ഇടക്കിടക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങളൊരു കുസൃതി ചോദ്യം, ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? കാര്യമായിട്ടുള്ള ചോദ്യം. കുസൃതി ഒന്നുമല്ല, നീ മറ്റേ സീരിയസ് ആയിട്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ ഇഷ്ടമാണല്ലോ, എന്തായാലും കല്യാണം കഴിക്കൂലോ? കഴിക്കും. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കുമ്പോ എന്താണ് ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? നീ ചോദിക്കേ. ഏത് ആൽഫബറ്റിലുള്ള ആളെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം? ഏതാണ് ആൽഫബറ്റ്? കുട്ടിയുടെ പേര് ഏത് ആൽഫബറ്റിൽ തുടങ്ങണമെന്ന്? എനിക്കോ?
അതായത് ഇപ്പൊ നമ്മള് കല്യാണത്തിന് ഇൻവിറ്റേഷൻ ഒക്കെ വെക്കൂല്ലോ, കാർഡ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതൊക്കെ വെക്കൂലോ. അപ്പൊ മാലിക് വെഡ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ പേര് എഴുതുന്ന സമയത്ത് ഏത് ആൽഫബറ്റിക്കല് പെണ്ണിന്റെ പേര് തുടങ്ങാനാണ് ഇഷ്ടം? എമ്മിൽ തന്നെ വേണോ അത് വേറെ എന്തെങ്കിലുമൊക്കെ വേണോ? ഈ കുൽസിതങ്ങളൊന്നും എന്റെ അല്ല കേട്ടോ, വേറെ പുറത്തുനിന്ന് വരുന്നതാണ്. ഫാത്തിമ അതല്ലേ ഉദ്ദേശിക്കണേ? എനിക്കറിയാം, ഓൾമോസ്റ്റ് ആണുങ്ങൾക്കൊക്കെ ഫാത്തിമ ഇഷ്ടം. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറയും. 6 പറഞ്ഞൂടെ? 6 ആരെന്താ? ചങ്കൊക്കെ പാടി പോയതിന്റെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് പറയും. ഓക്കെ ഓക്കെ. പക്ഷെ എന്ത് ചെയ്യാം, വളരെ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ നോക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല. അപ്പൊ വേറെ വേറെ മനസ്സിലുണ്ടാവില്ലേ നമുക്ക് ഈ ഒരു പേര് നല്ലതായിരിക്കും, അങ്ങനെ അങ്ങനെ ഒരു പേര് പറയും. ഇഷ്ടമുള്ള ഒരു പേര് പറയോ? പേര് എന്താന്നറിയോ, ഇവിടെ കല്യാണം കഴിക്കാത്ത കുറച്ച് പേരുണ്ട്, അവരുടെ മനസ്സിൽ ചിലതൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പം മാലിക്ക് പറയൂ. മാലിക്ക് പറയൂ, പെട്ടെന്ന് പറ. ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ പേര് പറ. കല്യാണത്തിന്റെ കാര്യം പോയി. സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യം കേൾക്കാൻ ഇഷ്ടമാണ്. മാലിക്ക് അത് ശരിയായില്ല, എന്നാലും അറിയാതെ കട്ടായതായിരിക്കും. നമുക്കറിയാം, വീണ്ടും വിളിച്ചാല് ആരെയാണ് കല്യാണം കഴിക്കുക. ഓ മാലിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ മാലിക്ക്, അറിയാതെ കട്ടായതാണല്ലേ. പെണ്ണിന്റെ പേര് പറയാൻ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് മനസ്സിലായി. കുഴപ്പമില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ബിനുവിന്റെ പേര് പറഞ്ഞോണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞേ. അയ്യോ ഞാൻ പറയില്ല, ഞാൻ പാവല്ല, എനിക്ക് മാലിക്കിനെ ഇഷ്ടമാണ്. മാലിക്ക് ഗെയിമിലേക്ക് പോവാം. മാലിക് പിന്നെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. മാലിക് സ്റ്റാർട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ. ഷെഹനാസ് നമ്മുടെ ഇതൊക്കെ പിടിച്ചങ്ങ് വരുന്നതേ ഉള്ളൂ. ഷെഹനാസ് നമുക്ക് മെരുക്കിയെടുക്കാം, നമ്മുടെ ചളിയിലേക്ക് കൊണ്ടുവരാം നമുക്ക്. സ്റ്റോപ്പ് പറയൂ മാലിക്. ഞാൻ പറയണോ? സ്റ്റോപ്പ്. മാലിക്കിന് വേണ്ടി ഞാൻ കറങ്ങുന്നുണ്ട്. എത്ര നേരം മാലിക്കിന് വേണ്ടിട്ട് സ്റ്റോപ്പ്. ഓക്കെ, ജികെ ആണ് കേട്ടോ. ജികെ വന്നിരിക്കുകയാണ്. ജികെ നമുക്ക് ക്വസ്റ്റിലേക്ക് പോവാം. ജികെ അല്ല, ക്വസ്റ്റ്യൻ വേണമല്ലോ പറയാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും മനസ്സിലുള്ള ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞാൽ സന്തോഷമായി. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്ന്? ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്? ഈസിയാണ്. പറയ്. ലാറ്റിനാണോ? കറക്കിക്കുത്താൻ അമ്മ പറയുന്നുണ്ടല്ലേ. കറക്കിക്കുത്തൊന്നല്ല, അമ്മ പറഞ്ഞിട്ടാ ഞാൻ കേട്ടു. ഷൈലാൻഡി കറക്റ്റ് ആൻസർ. ഷൈലാൻഡിക്കാണ് എന്തായാലും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണ്ടേ. ഷൈലാൻഡി നല്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പറഞ്ഞോളൂ. സ്റ്റാർട്ട് പറഞ്ഞു. മൂവീസ്. ഓക്കെ, മൂവീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. മൂവീസ് എനിക്കും ഇഷ്ടമാണ് മൂവീസിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഇഷ്ടമാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരട്ടെ. മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടിയ ചിത്രം? ചെമ്മീൻ, നീലക്കുയിൽ, നിർമാല്യം? എനിക്കറിയാം, പറഞ്ഞു തരൂല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം മാലിക്കിന് കിട്ടിയിട്ടില്ല. പറഞ്ഞു തരൂല. ഗെയിം പൊളിക്കും. ഓപ്ഷൻ എ. ചെമ്മീൻ. ചെമ്മീൻ. ലെറ്റ്സ് ലോക്ക് ഓപ്ഷൻ എ. കറക്റ്റ് ആൻസർ. ഇതും പറഞ്ഞില്ലെങ്കിൽ ഇതായി പോയത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അപ്പൊ കുട്ടി പറയണേ. അല്ല, അപ്പൊ 2 ആൻസർ പറഞ്ഞു. സ്റ്റാർട്ട്. ഓക്കെ, കറങ്ങൂ. സ്റ്റോപ്പ്. ജികെ. വീണ്ടും ജികെ വന്നിരിക്കുന്നു മാലിക്. ഓക്കെ, ക്വസ്റ്റ്യൻ വരട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ മാലിക്കിന് വേണ്ടിയിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ വന്നിരിക്കുന്നു. അടിപൊളി. ഓ മൈ ഗോഡ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? കെ കേളപ്പൻ, വി പി മേനോൻ, എ കെ പിള്ള? ഇത് നല്ല ആൻസർ ആണ് കേട്ടോ, പറയണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ, ഇപ്പൊ തീരും ടൈം. നമുക്ക് നോക്കാം. നോക്കാം.
സോറി VP മേനോനായിരുന്നു കറക്റ്റ് ആൻസർ. ഇന്ന് നമുക്കൊരു വിന്നർ ഇല്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടു. മാലിക്കിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമില്ല മാലിക്, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ മാലിക്. അപ്പൊ റാഗൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. കുട്ടിക്ക് ബാക്കിയുണ്ട്. കുട്ടി നമുക്ക് കോളേജ് വന്നായിരുന്നു നമ്മളിന്നൊന്നും ഞങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റില്ല, പരിചയപ്പെടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. കോളേജ് എപ്പോഴെങ്കിലും വിളിക്കട്ടെ, നാളെ വിളിക്കണം കേട്ടോ, എല്ലാരും മറക്കരുത്. അതെ, അപ്പൊ നമ്മള് വീണ്ടും കാണുന്നവരെ സന്ധിക്കുന്നവരെ വണക്കം. ഇറ്റ്സ് മീ ഷഹനാസ്. It's me Shahnaz. Bye bye. Good night.